ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ തുടർമാനമായിട്ടുള്ള പഠനം. വായിച്ചോ. ആകയാൽ നിങ്ങൾ ഇനി എഫേസ്യ ലേഖനം 2:19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളോട് ഈ സഭാപണിയോട് ചേർത്ത് പഠിക്കേണ്ടത് ആവശ്യം. വായിച്ചാട്ടെ. ആകയാൽ നിങ്ങളിലെ അന്യരും പരദേശികളുമല്ല, അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹോദരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ആമേൻ. യേശുക്രിസ്തു തന്നെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതിരിക്കുന്നു. മതി. ഈ വേഗവാദം കൂടി ശ്രദ്ധിക്കുക. ഇതിലെ മർമ്മങ്ങൾ കൂടി നമ്മളൊന്ന് പഠിക്കണം. ആകയാൽ നിങ്ങൾ ഈ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ദൈവ കുടുംബത്തിൽ ജനിച്ചവരാണ്. വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി. നമ്മൾ അന്യന്മാരും പരദേശികളുമല്ല, ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി. ദൈവ കുടുംബത്തിലെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മളും ചേർന്നൊരു കൂട്ടായ്മ ബന്ധത്തിലായി. 1 യോഹന്നാൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും എന്തിനാ? നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടോ എന്ന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാകുന്നു. അതുപോലെ നമുക്ക് പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ വന്നു കഴിഞ്ഞു രക്ഷിക്കപ്പെട്ടതോടുകൂടി. അപ്പോൾ ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി. രക്ഷിക്കപ്പെട്ട പുതിയ നിയമസഭയിലെ അംഗങ്ങൾ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ദൈവ കുടുംബത്തിലെ അംഗമാണ്. നമുക്കൊരു പിതാവുണ്ട്, സ്വർഗീയ പിതാവുണ്ട്. ശിഷ്യന്മാർ അബ്രഹാമിനെ, ഇസാഖിനെ, യാക്കോബിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യഹൂദ പാരമ്പര്യത്തിൽ, യഹൂദ ട്രഡീഷത്തിൽ വളർന്നു വന്ന ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ അവരോട് കർത്താവ് പറഞ്ഞത് അബ്രഹാമിൻ്റെയും ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. യഹൂദന്മാരാണ് അബ്രഹാമിൻ്റെ, ഇസാഖിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്ന് വിളിക്കുന്നത്. യഹോവ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവരാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് സ്വർഗീയ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനാണ്. ഈ ബോധം പോലും ഇല്ലാത്ത എത്ര എണ്ണം നമ്മുടെ ആത്മീയ കുളത്ത് കിടപ്പുണ്ടെന്നറിയോ? അബ്രഹാമിൻ്റെയും ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തോ ഒരു പ്രാർത്ഥനയെന്ന്. തെറ്റ്. നരേതി പോകുന്നല്ല ഞാൻ പറയണത്. പരിജ്ഞാനമില്ല, വചന പരിജ്ഞാനമില്ല. സ്വർഗീയ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് നമുക്ക് കർത്താവ് പ്രമാണം തന്നിരിക്കുന്നത്. അപ്പോൾ അത് പത്രോസിനും യോഹന്നാനും യാക്കോബിനും കൊടുത്തല്ലേ നമുക്ക്. നമ്മൾ പിന്നെ ആരാ? നമ്മൾ അവരുടെ ഫോളോവേഴ്സ് ആണെന്ന് പഠിക്കണം ആദ്യം. പ്രവൃത്തി പുസ്തകത്തിലെ അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരാണ് പുതിയ നിയമസഭ എന്നുള്ളൊരു തിരിച്ചറിവ് ഇല്ലാത്ത ഒരുത്തനും ദൈവസേനയിൽ വിശ്വസത്തോടെ നിൽക്കാൻ കഴിയത്തില്ല. ആ മോശയുടെ ആളാ. പിന്നെ അവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവാചകന്മാരുടെയും കാലം ആര് വരെയായിരുന്നു? യോഹന്നാൻ സ്നാപകൻ വരെ. യോഹന്നാൻ്റെ കാലം കഴിച്ചപ്പോൾ ആര് വന്നു? യേശു വന്നു. യേശുവിൻ്റെ ഉപദേശം കർത്താവ് സഭയെ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ച് 3.5 വർഷം പഠിപ്പിച്ചു. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനുവേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. യേശു ക്രൂശിക്കപ്പെട്ടു പോയി, സ്വർഗത്തിൽ പോയി. പെന്തക്കോസ്ത് നാൾ 50-ാം ദിവസം പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തു. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആത്മനിറവോടെ എഴുന്നേറ്റ് അങ്ങ് പ്രസംഗിച്ചു. 3000 പേർ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷിക്കപ്പെട്ടവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ചു അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു എന്നാണ് ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആയിരക്കണക്കിന് സഭ ഇന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വരുന്നവരാണെന്ന് പറയാൻ നമ്മൾ യാതൊരു മടിയും കാണിക്കണ്ട. കൂടെയുള്ളൊരു സഹോദരനുണ്ട്, ഞാൻ ഈ വാക്യം പറയുമ്പോൾ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ പറയണമെന്ന് ചോദിച്ചു. അത് പുള്ളി പറയുന്നുമില്ല, പുള്ളിക്ക് അറിയത്തില്ല പറയാൻ. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ പറയണമെന്നു. എങ്ങനെ പറയണം? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തു. അപ്പോസ്തലന്മാരുടെ ഉപദേശമില്ലാത്ത എന്നെ കൂട്ടായ്മ. കോട്ടേജ് മീറ്റിംഗ് നടത്തിയിട്ട് ഒരു സങ്കീർത്തന ഭാഗം കൊടുത്ത് പ്രസംഗിച്ച് നല്ല ഉഗ്രൻ കൂട്ടായ്മ, ഭൗതിക കൂട്ടായ്മ, കോഴിയിറച്ചിയും പോത്തിറച്ചി എല്ലാം വെച്ച് നല്ല ചാപ്പാടടിച്ച് പോയി കിടന്ന് ഏമ്പക്കം വിട്ട് ഉറങ്ങി എഴുന്നേറ്റ്
ചിലപ്പോൾ എഴുന്നേറ്റാൽ എഴുന്നേറ്റ് അതവിടെ തീരും ചിലപ്പോൾ. സ്വത്രം. എന്താ ചെയ്യുക? ഞങ്ങളൊരു വീട്ടിൽ പോയി. ഞങ്ങളുടെ ഉപദേഷ്ടമുള്ള കാലമാണ്. അവിടെ ചെന്നപ്പോൾ പുള്ളി പ്രായമുള്ള ആളാകൊണ്ട് മാനിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ പാർസുണ്ട്. ഇപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ പാർസ് അങ്ങ് മാറിക്കൊടുത്തു. കാരണം പുള്ളി അറിയാം. നല്ല ഭംഗിയായിട്ട് ഇഷ്യൂ ചെയ്തിട്ട് പറഞ്ഞു, കോട്ടേജ് മീറ്റിംഗ് അല്ല, ഏത് മീറ്റിംഗ് അല്ല, എന്ത് മീറ്റിംഗ് ആണെങ്കിലും ശരി, അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് ജനത്തെ പ്രസംഗിച്ച് കേൾപ്പിച്ച് അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുന്നില്ലെങ്കിൽ ഈ തിന്നുകൂട്ടിയ പോത്തും കോഴിയും മീനും എല്ലാം വെറുതെ ആയി പോകുന്നു. ഇല്ലല്ല, ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചാണ് കോട്ടയം മീറ്റിങ്ങിന് ചാപ്പാട് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ കൊടുക്കുന്നത് കഞ്ഞിയും പേറും ഒക്കെയാണ്. ചില സമയത്ത് വല്ല മീനൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന മീനൊക്കെ പലപ്പോഴും കൊടുത്ത സമയങ്ങളുണ്ട്, ഇല്ലെന്നില്ല. പ്രാപ്തിയുള്ള പോലെ ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കഞ്ഞിയും പയറും ഉറപ്പ് അല്ലേ യോജിപ്പിച്ച? ഉറപ്പ്. എവിടെ മീറ്റിങ്ങാണ്? പട്ടിണിക്ക് ആരെയും വിടില്ല, കഞ്ഞി കുറവ്. സ്വത്രം. നമുക്കത് മതി. ശാഖഭോജനം, ദാനിയേൽ ശാഖഭോജനം കഴിക്കുകയല്ലേ ചെയ്ത്. 10 ദിവസം പരീക്ഷിക്കാൻ പറഞ്ഞല്ലോ ദാനിയേൽ വേണ്ടപ്പെട്ട അധികാരികളോട്. അവർ പറഞ്ഞു, നോ, നിന്റെ തല, ഞങ്ങളുടെ തല പോവും, നല്ല കൊഴുത്തിരുന്നില്ലെങ്കിൽ നിന്റെ തലയൊന്നും പോകത്തില്ല, 10 ദിവസം ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ദാനിയേൽ ഹൃദയത്തിൽ തീരുമാനിച്ചു, രാജാവിൻ്റെ രാജഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല. അപ്പം ആഹാരം കൊണ്ടും വീഞ്ഞു കൊണ്ടും അശുദ്ധമാകാം അല്ലേ? ആകാം. ഏതാഹാരം? വലിയ പ്രൗഢിയുള്ള ആകാം. ഒരു കോഴിക്കാല് മേടിച്ച് 4 വർഷം കീരത്തിനുള്ള കാര്യമല്ല ഈ പറഞ്ഞത്. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആഹാരത്തിൻ്റെ ആ പ്രൗഢി, ഈ സിനി സ്റ്റാറൊക്കെ ഏതെങ്കിലും ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ അവരൊരു മീറ്റിംഗ്, അമ്മ മീറ്റിങ്ങൊക്കെ കൂടി പോകാൻ നേരത്ത് അവിടെ ബാക്കി വന്നതൊക്കെ ഒരു 10-50 പേർക്ക് തിന്നാമെന്നാണ് പറയണത്. അവർ വേറെ വീട് എടുത്ത് തന്നിട്ട് അവർ പോകും. അതുപോലുള്ള അവരുടെ ഫുഡൊക്കെ. അതിനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം വായിച്ചേട്ടാ, ഒന്ന് വായിച്ചേടാ. അത് വായിക്കേണ്ട ആവശ്യകത ഉണ്ട് ഇവിടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം. ഈ വചനത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. 34-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ലൂക്കോസ് 21-ന്റെ 34, 35, 36 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, മനസ്സിലാക്കുക. ഇനി നമ്മൾ കെട്ടിടപ്പണിയുടെ കാര്യത്തിലേക്ക്, എൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് വരിക. ഇവിടെ പൗലോസ് പറയുന്നത് സഭ പണിയുടെ 2 പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പത്രോസ് 2-ന്റെ 4 മുതൽ 8 വരെയും, പിന്നെ 1 കൊരിന്ത്യർ 3-ന്റെ 10 മുതൽ 15 വരെയും, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെ. ഈ 3 വേദഭാഗങ്ങൾ ചേർത്തിണക്കി മാത്രമേ സഭ പണിയെക്കുറിച്ച് നമുക്ക് ബൈബിളിലൂടെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പഠിപ്പിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. കമൻട്രിയിൽ അങ്ങനെ എഴുതി, അവരിങ്ങനെ എഴുതി, ഇവരിങ്ങനെ എഴുതുമ്പോഴൊക്കെ പഠിപ്പിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. സത്യവേദ പുസ്തകത്തിൽ നിന്ന്, അപ്പോസ്തല ഉപദേശത്തിൽ നിന്ന് സഭ പണിയെക്കുറിച്ച് പഠിപ്പിക്കാൻ ഈ 3 ഭാഗങ്ങൾ ലിങ്ക് ചെയ്യേണ്ടത് ആവശ്യം. ഇത് വിട്ടുകളഞ്ഞാൽ പോയി, പണി പാളിപ്പോവും. 2 ഭാഗം നമ്മൾ കുറഞ്ഞ് പഠിച്ചു കഴിഞ്ഞു. ഇനി എഫേസ്യ ലേഖനത്തിലേക്ക് പഠനത്തിലേക്ക് വരിക. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹോദരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാർ. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ആരായി? പിതാവിൻ്റെയും പുത്രൻ്റെയും ഭവനത്തിലെ അംഗങ്ങളായി, ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി. നേരത്തെ നമ്മൾ ആരായിരുന്നു? സാത്താൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. യഹൂദന്മാരുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, നിങ്ങൾ സാത്താൻ്റെ സന്തതികളെന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര വിഷമമായത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മക്കളായി തീരുമ്പോഴേ നമ്മൾ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരുടെ കുടുംബത്തിലെ അംഗങ്ങളാ? സാത്താൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ. ലോകത്തിലെ സകല മനുഷ്യരും അത് തന്നെയാണ്. പിന്നെ അവരോടത് പറയുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർ നമ്മളെ പിടിച്ച് തല്ലും. നാലെണ്ണം പറഞ്ഞാൽ നമ്മളെ പിടിച്ച് പഞ്ഞിക്കിടും. ആ പഞ്ഞിക്കിടി കൊള്ളാൻ തയ്യാറുള്ളവർ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട. അത് പറയേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് പരിജ്ഞാനമല്ല. കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളല്ല, നിങ്ങൾ ഈ ലോകത്തിൻ്റെ മക്കളെന്ന് പറയാം. ലോകത്തിൻ്റെ മക്കളാരാ? സാത്താൻ്റെ മക്കളാണ്. നമുക്കറിയാം. പകലിൻ്റെ മക്കളല്ല. പകൽ വെളിച്ചത്തിൻ്റെ മക്കളാണ്. നമ്മൾ പകലിൻ്റെയും വെളിച്ചത്തിൻ്റെയും മക്കളാണ്.
ഒന്ന് തെസ്സലോനി 5 നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കൾ, അവർ ഈ ലോകത്തിൻ്റെ മക്കൾ, ഈ ലോകത്തിൻ്റെ മക്കൾ. ഈ ലോകം ഭരിക്കുന്നത് സാത്താൻ, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് എഫേസ്യർ 2:19 പഠിപ്പിക്കുന്നു. ഇനി അടുത്ത 20-ാം വാക്യം, യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ മൂലക്കല്ലായ യേശുക്രിസ്തുവിനോട് ചേർത്ത് ആരെ പണിയുന്നു? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിൽ. അപ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പറയുന്ന അടിസ്ഥാന ഉപദേശപ്രകാരമാണ് പണി. ദൈവം ആക്കി വെച്ച ശിഷ്യന്മാർ എന്തുവരുണ്ട്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷൻ, ഇടയൻ, ഉപദേഷ്ടാവ്, അല്ലേ? 5 കൂട്ടം, 4 കൂട്ടം, 5 കൂട്ടമായിട്ടൊക്കെ പഠിപ്പിക്കുന്നു. ഓക്കെ. അപ്പം നമ്മൾ യേശുക്രിസ്തു എന്ന മൂലക്കല്ലായിരിക്കും നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അവർ പറയുന്ന അടിസ്ഥാന ഉപദേശത്തിന്മേലാണ് പണി. പുതിയ നിയമ വിശ്വാസിയായിട്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി സ്വർഗരാജ്യത്തേക്ക് പോകാൻ ഒരുങ്ങുന്നെങ്കിൽ അവനെ അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം സ്തോത്രം മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോടാണ് ചേർത്ത് പണിയപ്പെടുന്നത്. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിത് വരുന്നു. പണിയുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ വ്യക്തികളെ കൊണ്ടുവന്നിരുത്തി നിർമ്മലമായ വചനം ദൈവാത്മാവിൽ നിറവിൽ ആത്മനിയോഗത്താൽ ഈ പഥ്യവചനം പഥ്യോപദേശം പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിച്ച് വരുന്നെങ്കിൽ അവരെ പരിശുദ്ധാത്മാവാണ് പണിയുന്നത്. ഏതോ ഒരു സമയത്ത് നിങ്ങൾ ഈ വചനം വിശ്വസിച്ചപ്പോൾ നിങ്ങളെ ആത്മാവ് പണിതു. അതുകൊണ്ട് എവിടെ വന്നിരിക്കുന്നത്? ആത്മാവാണ് പണിയുന്നത്. ആത്മാവിനാൽ പണിതു വരുന്നു. ഉപദേശം ഏതാ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ പറയുന്ന ഉപദേശം പ്രസംഗിക്കുമ്പോൾ അത് വിശ്വസിച്ച് വരുന്നവരെ ആത്മാവ് പണിയുന്നു. ഇവിടെ നമ്മൾ സഭയുണ്ടാക്കാൻ നടക്കുക ഒരു ഗുണവുമില്ല. ചില ഭാഷന്മാർ പറയുന്ന കേട്ടിട്ടില്ലേ? നിങ്ങളെ കൊണ്ട് ഒന്നിനും കൂടി നിങ്ങൾ പോകുന്നിടത്ത് 10 സഭ ഉണ്ടാക്കണം, 20 എന്ത് സഭ? സഭ എന്താ? എക്ലീഷ്യ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. 10 പേരെ കൂട്ടി അത് സഭയാകുമോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം തുറുക്കി പ്രാർത്ഥന കഴിച്ച് വരാതെ സഭയാകത്തില്ല. ഒരു കൂട്ടം, നമുക്ക് കുറെ കാശ് കിട്ടും കഞ്ഞി കുടിക്കാൻ. കാശുള്ള വിശ്വാസികളാണെങ്കിൽ കൂടുതൽ കാശ് കിട്ടും. വിദേശത്ത് ജോലി ചെയ്ത വിശ്വാസികളാണ് കൂടി വരുന്നെങ്കിൽ അതിലും കൂടുതൽ കിട്ടും. ഇവിടെ കുറെ തിന്നു കുടിച്ച് സുഖിച്ച് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് നല്ല ജോലിക്കാരാക്കി സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിച്ച് ആൾക്കാർ വരുമ്പോൾ വീൺ പഠിക്കാൻ നമുക്ക് ഞങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ഒരു പാസ്റ്റർ പ്രസംഗിച്ച് ഞാൻ കേട്ടതാണ്. 4 മക്കൾ എനിക്കുണ്ട്, 4 പേരെയും ദൈവം 4 രാജ്യങ്ങളിലേക്ക് അയച്ചു. പിന്നെ 4 രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കാൻ വേണ്ടി ദൈവത്തിന് അതല്ലേ പണി? എൻ്റെ മക്കൾക്ക് വിസ കൊടുത്ത് അയക്കണല്ലേ ദൈവത്തിൻ്റെ പണി? ഇതൊക്കെ വെറും എന്തോ പറയുക, പരിജ്ഞാനമില്ലാത്ത വാക്കുകളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് ആത്മീകമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാത്തിടത്തോളം കാലം നമുക്ക് ആത്മീകമായി അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇപ്പം പലരും ഇവിടെ വാഴ്ത്തിക്കൊണ്ട് നടക്കുക, ഒരു ഗുണവുമില്ല. എല്ലാം പിശാചുക്കളായി പോയി. സ്തോത്രം. വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിലെ പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പൗലോസ് പഠിപ്പിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പൗലോസ് പഠിപ്പിച്ച ഉപദേശം നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ വ്യക്തത നമുക്ക് കിട്ടും എന്ന് വെച്ച് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ 4 പേരും പറയുന്നത് പഠിപ്പിക്കേണ്ട നല്ല അർത്ഥം. പൗലോസ് പഠിപ്പിച്ച ഉപദേശം പൂർണ്ണമാണ്. ദൈവസഭയുടെ ഉപദേശം ശ്രേഷ്ഠമായ ഉപദേശമാണ് പൗലോസ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ നമുക്ക് കാര്യങ്ങളുടെ വ്യക്തത നമുക്ക് കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വളരെ വ്യക്തമായി കൃത്യമായി അപ്പോസ്തലൻ ഉപദേശം പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം. എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുന്ന ഉപദേശം ദൈവസഭയുടെ ശുശ്രൂഷാ വൃന്ദങ്ങൾ ആയിരിക്കണമെന്നുള്ളതാണ്. ദൈവകൃപയാൽ അതാരും ഇന്ന് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരവസ്ഥ.
ദൈവസഭയിലെ ശുശ്രൂഷ വൃന്ദങ്ങൾ ആരാണെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. 21 ലേഖനങ്ങളാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പത്രോസ് 2 ലേഖനം, യാക്കോബ് 1 ലേഖനം, യോഹന്നാൻ അപ്പോസ്തലൻ 3 ലേഖനം എഴുതിയിട്ടുണ്ട്, യൂദ 1 ലേഖനം. അങ്ങനെ 21 ലേഖനങ്ങൾ. അതിൽ 14 ലേഖനങ്ങളും അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ്. ഈ 14 ലേഖനങ്ങളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുങ്ങാനുള്ള ഉപദേശങ്ങളാണ്. അത് പത്രോസ് വീണ്ടും ജനനത്തെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്ന പത്രോസാണ്. എന്നാ ഞാൻ പറയുന്ന 1-2 ലേഖനം പഠിച്ചിരിക്കണം. 1-ാം അധ്യായത്തിൽ വീണ്ടും ജനനം, 2-ാം അധ്യായത്തിൽ ജനിച്ച കുഞ്ഞ് ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ വിട്ട് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ സ്വയം കുടിക്കത്തില്ല, കുഞ്ഞിനെ കുടിപ്പിക്കുക ചെയ്യുന്നു. കൊച്ചു കുട്ടികളെ അമ്മമാര് പാല് കുടിപ്പിക്കുക ചെയ്യുന്നു. മുലകുടി മാറിയ കഴിഞ്ഞാൽ പോലും കുപ്പിയിൽ പാല് നമ്മുടെ കുഞ്ഞിനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോഴും നിർത്തി ഇല്ല, ഇപ്പോഴും കുടിക്കുന്നുണ്ട് പാല്, ഇപ്പോഴും കുടിക്കുന്നുണ്ട്. 4 വയസ്സ് കഴിഞ്ഞിട്ടും 4 വയസ്സാകാൻ പോകുന്നുള്ളൂ, പാൽ കുപ്പി നിറച്ച് വെച്ചാവും ചപ്പി കുടിക്കുക ചെയ്യുന്നത്. 1 വയസ്സ് കൂടി കഴിയുമ്പോൾ അത് മാറ്റണമെന്ന് പറയാൻ പോവാം. പിന്നെ തനിച്ച് കിടത്ത് കഴിക്കണം. ഇപ്പോൾ അവൻ ആഹാരമൊക്കെ തനിച്ച് കഴിക്കും. കൊടുത്താൽ മാത്രമല്ല, പാത്രത്തിൽ നുറുക്കിയിട്ട് കൊടുത്താൽ എടുത്ത് കഴിച്ചു. ബന്ധുക്കുസാരെ പോലെയല്ല. ബന്ധുക്കുസാർക്കാർക്ക് ഇപ്പോഴും നുറുക്കിയിട്ട് കൊടുക്കണം. രക്ഷിക്കപ്പെട്ടിട്ട് 40, 50, 60, 70, 80 വർഷമായവർക്ക് നുറുക്കിയിട്ട് കൊടുക്കണം. ഈ നുറുക്കിയിട്ട് കൊടുക്കണ ഏതാ? മോശയുടെ പ്രമാണങ്ങളാണ് നുറുക്കിയിട്ട് കൊടുക്കുന്നത്. അത് തിന്നോണ്ട് വല്ല ഗുണമുണ്ടോ? അത് തിന്ന് 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 ആത്മീയ ദരിദ്രന്മാരായി, ആത്മീയ കുരുടന്മാരായി, ആത്മീയ നഗ്നന്മാരായി ഇങ്ങനെ കിടക്കുകയാണ്. നിന്റെ ആത്മീയ നഗ്നത മാറാതെ, നിന്റെ ആത്മീയ കുരുട മാറാതെ, നിന്റെ ആത്മീയ ദാരിദ്ര്യം മാറാതെ നിനക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. അതിനുള്ള ഉപദേശമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ ജോൺസൺ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സഹോദരൻ, ഞാൻ എന്നെ വിളിയോട് വിളിയാ. ഞാൻ 1-2 പ്രാവശ്യം ഫോണൊക്കെ എടുത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞ, സഹോദര, സ്വർഗത്ത് പോകാനുള്ള ഉപദേശമാണ് എങ്കിൽ ഞങ്ങളോടൊപ്പം വന്നാൽ മതി. അല്ലെങ്കിൽ ഈ ഏതെങ്കിലും കൂട്ടത്തിൽ പോയി കല്യാണം നടത്തുകയോ സ്നാനപ്പെടുത്തുകയോ കുഴിച്ചിടുകയോ അതെല്ലാം അവർ ചെയ്തോളൂ. ഇത് പെന്തക്കോസ്തുകാരെ കൂടുതലും ചെയ്യുന്നത് കല്യാണം നടത്തുക, കുഴിച്ചിടുക, സ്നാനപ്പെടുത്തുക, പിന്നെ അവർ കൊടുക്കുന്ന സ്വോത്രാഴ്ച മേടിച്ച് തിന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യും. ഞങ്ങളുടെ ലക്ഷ്യം ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാണ്. 2 പേരേ ഉള്ളുവെങ്കിലും ആ ഉപദേശം പഠിപ്പിച്ച് സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കും. നമുക്കതേ പറ്റുള്ളൂ, കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ഇതേ മോനെ, ഇതിലേ പൊക്കോ, ഇതിലേ പോയാൽ ആ വഴി അങ്ങ് അവിടെ ചെല്ലാം. അപ്പൊ ആ വഴി അങ്ങ് പോയാൽ അങ്ങ് ചെല്ലാം. എന്നാൽ ഈ പ്രിയപ്പെട്ടവരാരും അത് ചെയ്യുന്നില്ല. അവരെല്ലാം കുരുടന്മാരായി, ശാസ്ത്രിമാരും പരീശന്മാരെ പോലെ അവരായി തീർന്നു. സഭകൾ മുഴുവൻ നല്ലൊരു ശതമാനവും കള്ളന്മാരുടെ ഗുഹയായി മാറി. ഒരു ചെറിയ ശതമാനം സഭകളും ഒരു ചെറിയ ശതമാനം ശുശ്രൂഷകന്മാരും മാത്രമേ ഉള്ളൂ സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവദേശത്തെക്കുറിച്ചും പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ചും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും രൂപാന്തര ശരീരത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും പഠിപ്പിക്കുന്നുള്ളൂ. ഞങ്ങളതാ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേട്ട് നിത്യതയിലേക്ക് പോകാം. വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഒരു കുഴപ്പമില്ല. നമ്മളാരും ദൈവത്തിന്റെ വചനത്തെ പറഞ്ഞ് ചെവിയുള്ളവൻ കേൾക്കട്ടെന്നാ. യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായം പഠിക്കുമ്പോൾ 7 പ്രാവശ്യത്തോളം ഉണ്ട് അതില്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. കുറേ പേർക്ക് ചെവിയില്ല കേൾക്കാൻ. അതിൻ്റെ അർത്ഥം മനസ്സില്ലെന്നാ. ചെവിയില്ലെന്നുള്ളല്ല, ചെവിയുണ്ട്, മനസ്സില്ല. ഞങ്ങൾക്ക് അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിക്കോണേ. ചെവി അവർക്കുണ്ട്, മനസ്സില്ല. ഞങ്ങൾക്കിത് വേണ്ട. ഞങ്ങൾക്ക് വല്ല അത്ഭുതവും അടയാളവും മതി. 5-10 നുറുക്കി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വാ, ഞങ്ങളും ഞങ്ങളുടെ അച്ചിയും കൊണ്ടുപോയി തിന്നട്ടെ, അത് മതി. ഞങ്ങൾക്ക് നിത്യജീവൻ വേണ്ട എന്ന് പറയുന്നവരാണ് കൂടുതലും. ദൈവം ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നില്ല. ദൈവവചനം അവരോട് പറയുന്നു, കേട്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് രക്ഷപ്പെടാം.
അല്ലാത്തവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം പോകാം. അതാണ് ക്രിസ്തുവിൻ്റെ നിലപാട്. സഹോദരങ്ങളെ, നമ്മളത് തന്നെ ആയിരിക്കണം, മറ്റൊന്നാകരുത്. ഇന്നത്തെ ആൾക്കാരെ പോലെ പണം ഉണ്ടാക്കാൻ വേണ്ടി പുസ്തകം എടുക്കരുത്. തറയിൽ വയ്ക്കുക പുസ്തകം. പഴയ ജോലി ചെയ്ത് ജീവിച്ച് സ്വർഗത്ത് പോകാൻ നോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണേ. ആകയാൽ ഞങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹോദരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാണ്. ദൈവത്തിൻ്റെ ഭവനക്കാർ ആരാണെന്ന് പറയുന്നു? എഫേസ്യർ 2:20-21-22. യേശുക്രിസ്തുവിൻ്റെ മൂലക്കല്ലായിരിക്കും നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കും. അതിൻ്റെ അർത്ഥം, യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പറയുന്ന അടിസ്ഥാന ഉപദേശപ്രകാരമാണ് പണി. പണി മൂലക്കല്ലിനോട് ചേർത്താ അവർ പറയുന്ന ഉപദേശമാണ്. ഇനി എന്തിനാ പണിയെന്നാണ്, അല്ല, ഇനി ആ 21-ാം വാക്യം, എന്തിനാ പണിയെന്നുള്ളത് 22-ാം വാക്യം. ആ പണിയെക്കുറിച്ച് ശക്തമായി പറയുന്ന ഒരു ഭാഗം 21-ാം വാക്യം. അവനിൽ നിങ്ങളെയും കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിന് വിശുദ്ധ മന്ദിരമായി വളരുന്നു. യുക്തമായി ചേർന്ന് പണിയാന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിച്ച എല്ലാവരും. ഒരു കെട്ടിടം കെട്ടിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ചാന്ത് കുടച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ ചാന്ത് കുടച്ച് കൊടുക്കുന്നു, ചട്ടിയിൽ എടുത്തെടുത്ത് കൊടുക്കുന്നു. മെയിൻ മേസ്ത്രി തൂക്കുകെട്ടമായിട്ട് നിൽക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഒരു ഫിൽ ബ്രിക്സ് എടുത്ത് വെക്കുന്നു. വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഫിൽ ബ്രിക്സ് എടുത്ത് നേരത്തെ പണിത കല്ലിൻ്റെ മുകളിൽ കുറച്ച് ചാന്ത് ഇങ്ങനെ തേക്കും. ചേർത്ത് കഴിഞ്ഞിട്ട് ഈ കല്ലെടുത്ത് ഇങ്ങനെ വയ്ക്കും. വെച്ച ഉടനെ അങ്ങ് പണിയാണ്. ആ കല്ല് വെച്ചിട്ട് പുള്ളിയുടെ കയ്യിൽ കുറശ്ശേരിയുണ്ട്. താഴെ വെച്ച കല്ലുമായിട്ട് യുക്തമായി ചേർന്നിരിക്കാനായിട്ട് ഇവിടെ നിന്നൊരു തട്ട്, അവിടെ നിന്നൊരു തട്ട്, ഈ വശത്ത് കല്ലിൻ്റെ അവിടെ ചേർത്താണ് നമ്മൾ തേക്കുന്നത്. 3 വശത്തും തട്ടി ശരിയാക്കും. തട്ടി ശരിയാക്കി അങ്ങ് പെട്ടെന്ന് പണിയോ? നൂല് പിടിക്കും, തൂക്കോട്ട പിടിക്കും. തൂക്കോട്ട പിടിക്കുമ്പോൾ ആ തൂക്കുകെട്ട മറ്റേ താഴെ ഇരിക്കുന്ന കല്ലിൽ നിന്ന് ശകലം മാറിയായി നിൽക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നേരെയാക്കും. താഴെ ഇരിക്കുന്ന കല്ലിനോട് ചേർന്ന് വരണം തൂക്കുകെട്ട. തൂക്കുകെട്ടിൽ ഒരു സാധനം ഉണ്ടല്ലേ, ഒരു കട്ട പോലെ കണ്ടിട്ടില്ലേ? ആ കട്ട ഇങ്ങനെ വെച്ച കല്ലിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ശകലം ഗ്യാപ്പ് കിടക്കും. ഇവിടെ നിന്നൊരു തട്ട്. അതാണ് യുക്തമായി ചേർന്നിരിക്കാൻ വേണ്ടി തട്ടുന്നത്. ഒരു പനി, ഒരു ജലദോഷം, ഒരു ബുദ്ധിമുട്ട്, ഒരു ഞെരുക്കം, ഒരു പ്രയാസം വരുമ്പോൾ എന്ത് ചെയ്യുക? നമ്മളത് ഭൗതികമായ നിലയിൽ നമ്മൾ ആ വിഷയങ്ങൾ എന്ത് ചെയ്യുക? ക്രമീകരിക്കുക. ഈ യുക്തമായി ചേർന്നിരിക്കാനായിട്ടുള്ള തട്ടാണെന്നുള്ളത് നമ്മളാരും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ പാളിക്കിടക്കുന്ന ഒരു വിഷയം. പാസ്റ്റർമാർ ആരും അത് ശരിക്കും പറഞ്ഞിരുന്നില്ല. നമ്മൾ ആകേണ്ട പോലെ ആകാനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എന്താ പറയുന്നത്? ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച് സഭയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പണി തുടങ്ങുക. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നെങ്കിലും അതിൽ നിങ്ങളിപ്പോൾ നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച് വരുന്നവൻ നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ട സ്ഥിതിവിശേഷം വരും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ കിടന്ന് ചക്രശ്വാസം വലിക്കാതെ നമ്മൾ ദൈവത്തിൽ നമ്മുടെ കുറവുകളെ സംബന്ധിച്ച്, പരാജയങ്ങളെ സംബന്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ യുക്തമായി പണിത് ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാക്കി നമ്മളെ പണിതെടുക്കും. അതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ പഠനം. മനസ്സിലായാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. വീണ്ടും ജനിപ്പിച്ച ദൈവവൈതലിനെ കൊണ്ടുവന്ന് സഭയിൽ കൊണ്ടുവന്നിരുത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ദൈവസഭയുടെ ഒരു കല്ലായി എന്ത് ചെയ്യുക? പണിയുക. ആ പണിയുന്ന സമയത്ത് നമ്മൾ ആ കല്ല് നേരെ ഇരിക്കാത്തത് കൊണ്ട്, നമ്മളാകുന്ന കല്ല് നേരെ വരാത്തത് കൊണ്ട് നാനാ പരീക്ഷകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. അത് പിശാചിനാലാകാം, വിവിധ നിലയിലാകാം. അങ്ങനെ അനുവദിക്കുമ്പോൾ അവിടെ ആ സമയത്ത് നമ്മൾ എന്തോ ചെയ്യണം? ഇതൊരു മർമ്മമാണ്. എല്ലാവരും കുറുക്ക് വഴിയാ ഉപയോഗിക്കും. ഇപ്പോൾ രോഗമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൈ കാശുണ്ടെന്ന് പിന്നെ എന്തിനേയും കൂടെ നീ വലിച്ചുകൊണ്ടിരിക്കുന്നത്? പോയി മരുന്ന് പോകാണ്ടിരിക്കും.
കോഴി ഇറച്ചി അമ്മാതിരിച്ചൊക്കെ തിന്ന് അടിച്ചു കോഴിച്ചു. ഇതേപോലെ ഭക്തൻ എന്ത് ചെയ്യും? കാശൊന്നും ഇല്ലാത്തവൻ എന്ത് ചെയ്യും? കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഇന്നലെ ആ പാസ് പറഞ്ഞു കേട്ടു, ഒരു അരമണിക്കൂർ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ അഴിയാത്ത വിഷയങ്ങളില്ല. എനിക്കത് വളരെ എഫക്റ്റ് ചെയ്തു എൻ്റെ ജീവിതത്തിൽ. ഒരു അരമണിക്കൂർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നീ കരഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ വിടുതലില്ലാത്ത പ്രശ്നങ്ങളില്ല. പക്ഷെ ആർക്കും അതിന് മനസ്സില്ല, ആർക്കും അതിനുള്ള ആത്മീയ കാഴ്ചപ്പാടുമില്ല. എല്ലാവരും അത് ലഘൂകരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാകും. ഒരു രോഗം നമുക്ക് വന്നാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ രോഗിയായിട്ടിരിക്കില്ല. ആ സമയത്ത് പോയി ഒരു ആൻറ്റിബയോട്ടിക് അടിച്ചാൽ പിറ്റേ ദിവസം നല്ല പുലി പോലെ നടക്കാം. മനസ്സിലായ വിഷയം? അതിൻ്റെ കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ആത്മീയ മർമ്മം മനസ്സിലാക്കുക. ഞാൻ ചാകുന്നതിന് മുമ്പ് എനിക്കിത് പറഞ്ഞു തരാനായിട്ടൊരു നിയോഗം കിട്ടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. കാരണം ഒരു 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 ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൽ നിന്ന് പ്രാപിച്ചാണ് ജനത്തിന് കൊടുക്കുന്നത്. ഞാനതാ ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കർത്താവ് തരുന്ന വേദഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ആത്മീയ ആഹാരമായി തരുന്നത്. അതുകൊണ്ട് ഇത് നന്നായി ഭക്ഷിച്ചാൽ നല്ല സൗഖ്യം ഇതിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. യുക്തമായി പണിതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി രോഗത്തിലൂടെ, കഷ്ടത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, കുഞ്ഞുങ്ങളുടെ പ്രശ്നം, അതും ഇതൊക്കെ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവസന്നിധിയിൽ വീണ് കിടക്കുക. അതെല്ലാം തട്ടുമുട്ടുകളാണ്. രോഗങ്ങൾ തട്ടുമുട്ടുകളാണ്, പ്രതികൂലങ്ങൾ തട്ടുമുട്ടുകളാണ്, ശത്രു നിനക്കെതിരെ നിൽക്കുന്ന തട്ടുമുട്ടുകളാണ്. നീ യുക്തമായി ചേർന്നിരിക്കാനാണ്, മൂലക്കല്ലാകുന്ന ക്രിസ്തുവിനോട് ചേർന്നിരിക്കാനാണ് പണിയുന്നത്. അങ്ങനെ ചേർത്ത് തട്ടുമുട്ടുകളോടുകൂടി യുക്തമായി ചേർന്നിരിക്കാനായിട്ട് കഷ്ടതകളും, അതാ പറഞ്ഞത്, ഞാൻ ആ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഒരു ദൈവ പൈതൽ കഷ്ടത വരുമ്പോൾ ആനന്ദിക്കണം. എനിക്ക് നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീക പാപ്പരത്വമാണത് കാണിക്കുന്നത്. ആത്മീക ധന്യരാകുവാൻ ഞാൻ നിങ്ങളെ കർത്താവിൽ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്വത്രം. കൊച്ചുഞ്ഞൂരേശുവൊക്കെ കഷ്ടത വരുമ്പോൾ പാട്ടുപാടി സന്തോഷിക്കും. അതെങ്ങനെ കഴിയും? കൊച്ചുഞ്ഞൂരേശി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാണ്. മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നെങ്കിൽ ഈ അനുഭവങ്ങളൊക്കെ പ്രാപിച്ച് ഒരു വിശുദ്ധനായി മരിക്കുന്നതിന് മുൻപ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള വ്യക്തമായ വെളിപ്പാട് ലഭിച്ച് മരിച്ചൊരു കൊച്ചുഞ്ഞൂരേശിയാണ്. ഇന്ന് കൊച്ചുഞ്ഞൂരേശിയുടെ അനുയായികളെന്ന് പറയുന്ന മാർത്തോമക്കാരെല്ലാം ആ ഉപദേശമൊക്കെ കാറ്റിപ്പറത്തി അവരവരുടെ തന്നിഷ്ടപ്രകാരം പോകുന്നവരാണ്. അതുകൊണ്ട് ഒരു വിശേഷതയില്ല. കൊച്ചുഞ്ഞൂരേശി മുറുകെ പിടിച്ചത് ക്രിസ്തുവിനെയാണ്. കൊച്ചുഞ്ഞൂരേശി മുറുകെ പിടിച്ചത് കർത്താവിൻ്റെ സ്വത്രം ആത്മീകമായ അനുഗ്രഹങ്ങളെയാണ്. സ്വത്രം. അതുകൊണ്ട് നമുക്കും അതുപോലെ കഴിയണം പ്രിയമുള്ളവരെ. ഇനി അടുത്ത എൻ്റെ 22-ാമത്തെ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും 22 അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന്. ദൈവത്തിൻ്റെ നിവാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം വസിക്കുന്ന ഒരു ആലയമായി തീരേണ്ടതിന്, ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിത് വരും. പരിശുദ്ധാത്മാവാണ് പണിയുന്നത്. വചനം പ്രസംഗിക്കാനുള്ള ഉപദേശം പ്രസംഗിക്കാനുള്ള ഉത്തരവാദിത്വം പാസ്റ്റർമാർക്കുണ്ട്. സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കാതെ പുതിയ നിയമസഭയുടെ ഉപദേശമെടുത്ത് പ്രസംഗിച്ച് വിശ്വാസികളെ കേൾപ്പിച്ച് ആ ഉപദേശം അവർ വിശ്വസിച്ച് വരുമ്പോൾ ആത്മാവ് അവരെ പണിയും. അപ്പം നിങ്ങൾ ഉപദേശം പ്രസംഗിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരെ പണിയാൻ പറ്റാതെ അവർ നശിച്ചു പോകും. അതിൻ്റെ ആത്മാക്കളുടെ വില ദൈവം നിങ്ങളോട് ചോദിക്കും. മനസ്സിലായോ? ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ നിസ്സാരനല്ല. ദൈവമാക്കി വെച്ച ശുശ്രൂഷകൻ. ഈ വചനം മുഴുവൻ പറയണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ കല്ലെറിഞ്ഞ് കൊല്ലുമോ? ചാവട്ടെ. ഉപദേശം പറയുക, പാട്ടുപാടി തുള്ളിച്ച് അവരുടെ കാശ് പിടിച്ച് തിന്നുകൊണ്ട് നടക്കല്ലേ. ദൈവത്തെ ഓർത്ത് നീ അതൊക്കെ നിർത്തിക്കോ. കർത്താവ് ഒരാളുടെ നേരമായി. പാട്ട് പാടാൻ ഞങ്ങൾക്കും കുറേ അറിയാം. ഞങ്ങളും പാട്ട് പാടുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷേ പാട്ട് സഭായത്തിൽ വെച്ച് പാടി തകർക്കാനുള്ളതല്ല. പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞ്, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ ജയം വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം എന്നവരെ പറഞ്ഞ് പഠിപ്പിച്ച് മരണത്തിനപ്പുറമുള്ള ആ പ്രത്യാശയുടെ ജീവിതം, രൂപാന്തര ശരീരം പ്രാപിച്ച് സ്വർഗത്തിൽ ജീവിക്കുന്ന, പിതാവിനോടും പുത്രനോടുമായിരിക്കുന്ന സ്വർഗീയ സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ ജീവിക്കുന്ന ആ പ്രത്യാശയുടെ ജീവിതത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് പ്രസംഗിച്ച് ആ പ്രത്യാശ അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക.
ഓ, അതാണ് പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു. 1 കൊരിന്ത്യർ 3 അവിടെ ഒരു വാക്യമുണ്ട്, അതോടെ പറഞ്ഞ് ഞാൻ നിർത്തുക. അതിൻ്റെ 3-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കും നമ്മൾ കേട്ടല്ലോ. 3-ാം അധ്യായത്തിലെ ഹല്ലേലൂയ ഹല്ലേലൂയ അതിൻ്റെ 16-ാം വാക്യം, 3:16, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മളെ പണിതെടുക്കണം. അതാരാ പണിയുന്നത്? പരിശുദ്ധാത്മാവ്. അതിന് ആരാ ഉപദേശം പറയുന്നത്? ഉപദേശിമാർ. എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കല്യാണാലോചനയും നടത്തി, വസ്തു വിൽപ്പനയും നടത്തി. ഇതേ ലോട്ടറി ടിക്കറ്റ് കച്ചവടം, തൃശ്ശൂർ മുഴുവൻ ലോട്ടറി കച്ചവടമാണ്. ലോട്ടറി അടിച്ചതിൻ്റെ 1 ലക്ഷം രൂപ കൊണ്ട് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചപ്പോൾ പാസ്റ്ററിന് 10,000 രൂപ കൊടുത്തപ്പോൾ പാസ്റ്റർ പറയുക, ഞങ്ങളുടെ ഒരു സഹോദരൻ കഴിഞ്ഞ പ്രാവശ്യം ലോട്ടറി അടിച്ചു, അതിൻ്റെ 10,000 രൂപ കൊണ്ട് എൻ്റെ ഈ തന്നു. അത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലെ പോഷത്വം വേറെ ഉണ്ടോ? ഇദ്ദേഹമായിട്ട് ഞാൻ വണ്ടി പോകുന്ന വഴിക്ക് ലോട്ടറിക്കാരി ഒരു അമ്മമ്മ, ഒരു പ്രായമുള്ളൊരു സ്ത്രീ വന്നു. ലോട്ടറി എടുക്കും സാർ, ലോട്ടറി എടുക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ലോട്ടറി എടുക്കാറില്ല. പറഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് വലിയ സങ്കടം. ഞാൻ പറയും, ലോട്ടറി എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഞാനൊരു ലോട്ടറി എടുത്താൽ ഞങ്ങൾക്ക് 50 രൂപ കിട്ടും സാറേ. ഇതിന് 50 രൂപ ചോദിച്ചോ. ഞാനങ്ങനെ പലരും കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് സങ്കടം അവരെ കാണുമ്പോൾ, മുഖം കാണും. ഒരു ലോട്ടറി എടുത്തിട്ട് വേണം അവർക്ക് അരി വാങ്ങാനെന്ന് പറയുമ്പോൾ എനിക്കെന്ത് ദുഃഖമാണ്. നിങ്ങൾ അരി മേടിച്ചു, ഞങ്ങൾ ലോട്ടറി എടുക്കില്ല. കാരണം ഞങ്ങൾക്ക് എടുക്കാൻ പാടില്ല. ഞങ്ങൾ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടവരാ. ഓ ഹല്ലേലൂയ. ഞങ്ങൾ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടവരാ. കർത്താവ് കാഹളം ധരിച്ചു വരുമ്പോൾ ഞങ്ങളെപ്പോലെ ഭാഗ്യവാന്മാർ ലോകത്തിൽ ഒരു മനുഷ്യനും കാണത്തില്ല. ഇപ്പൊ ഞങ്ങൾ ചവിട്ടി തേച്ച് അരയ്ക്കപ്പെടുക എല്ലാവരുമായിട്ട്. അപ്പോസ്തലന്മാർ പറഞ്ഞ പോലെ ഒരാരാ ലോകത്തിന്റെ ചവറ് പോലെ, ലോകത്തിന്റെ അഴുക്ക് പോലെ ആയി തീർന്നു. ഈ നാടിയോരെ വിശന്ന് ദാഹിച്ചു കുത്തുകൊണ്ടും ഒക്കെ ഞങ്ങൾ കഴിയുക, സ്ഥിരവാസം കൂടാതെ കഴിയുക. കർത്താവ് വരുമ്പോൾ അവരാരാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഈ പ്രമാണമനുസരിച്ച് ജീവിച്ചോ. നീ കഷ്ടപ്പെടുന്നവനായിരിക്കാം, ബുദ്ധിമുട്ടുന്നവനായിരിക്കാം, ഞെരുക്കത്തിലായിരിക്കാം, പ്രയാസപ്പെടുന്നവനായിരിക്കാം. കർത്താവ് വന്ന് കാഹളം ധ്വനിച്ചു കഴിഞ്ഞാൽ നിന്റെ കഷ്ടതകൾക്ക് വിരാമമായി. ഒരു രൂപാന്തര ശരീരം പ്രാപിച്ച് സ്വർഗത്തിൽ സന്തോഷത്തോടെ ജീവിച്ച് നമ്മൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ ഇവിടെ 7 വർഷം മഹോദരകാലം കഴിഞ്ഞതിന് ശേഷം അവനെ ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നാമും കർത്താവിനോടൊപ്പം ഇവിടെ വരും. ഈ ഭൂമിയിൽ വന്ന് വിശുദ്ധന്മാർ ഭൂമിയെ ന്യായം വിധിക്കും. വിശുദ്ധന്മാർ ദൂതന്മാരെ ഭരിക്കും, ന്യായം വിധിക്കും. യഹൂദ ഗോത്രത്തിൽപ്പെട്ട ആ ജനത്തെ ഇസ്രായേൽ ഗോത്രം 12-ലെ 12 അപ്പോസ്തലന്മാരും അവരെ ന്യായം വിധിക്കും, അവരെ ഭരിക്കും, അവരെ വാഴും. നമ്മൾ കർത്താവിനോട്. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ആ വാക്യമൊക്കെ വായിച്ചിട്ട് ഞാൻ എന്ത് സന്തോഷിച്ചിട്ടുണ്ടെന്നറിയോ? സ്തോത്രം. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ചെറിയ സംഗതികളെ വിധിപ്പാൻ ഈ കള്ളന്മാരുടെ അടുക്കൽ നിങ്ങൾ പോകുന്നു എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം ഞാനത് പറഞ്ഞെങ്കിൽ ഈ ലോകത്തിലെ വക്കീലന്മാരും അവരും ഇവരുമൊക്കെ ഉണ്ട ഒഴുങ്ങിയ വക്കീലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. വാദിയെ പ്രതിയാക്കുന്ന വക്കീല്, അവരുടെ അടുക്കൽ നിങ്ങൾ പോകുന്നു എന്നാ ചോദിക്കുന്ന പൗലോസേ. നമ്പൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം. സ്വത്രം. എന്നാൽ ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരുടെ അടുക്കൽ നിങ്ങൾ പോകുന്നുവോ എന്നാണ് ഗുണം പിടിക്കാത്ത വിശ്വാസികളെ എന്ന് സ്വത്രം പൗലോസ് കൊരിന്ത്യരോട് ചോദിച്ചത്. ഇന്നത്തെ എല്ലാ സഭക്കാരോടും ചോദിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുക. കാരണം കോടതിയും കേസും വഴക്കുമില്ലാത്ത ഒരു തവയുമില്ല. പിന്നെ സ്വതന്ത്രന്മാരായിട്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് ആരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ഒരു ബന്ധവുമില്ല. ഞങ്ങളുടെ ബന്ധം കർത്താവുമായിട്ട് മാത്രം. മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടാൻ സ്ഥലമില്ലെങ്കിൽ കൊണ്ടുവന്ന് കത്തിച്ച് കളഞ്ഞേക്കണം. ഇതേ ഭാര്യ മുമ്പ് ഇരിപ്പണ്ട് ഞാൻ പറയുക, അതിനുള്ള കാശൊക്കെ ഞാൻ തന്നേക്കാം, ഒരു കുഴപ്പമില്ല. ആധാർ കാർഡെല്ലാം ഉണ്ട്, കൊടുത്ത് അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞേക്കണം. അപ്പോസ്തലന്മാരാര് കുഴിച്ചിട്ടു? പൗലൂസിനെ, പത്രോസിനെ, യോഹന്നാനെ, യാക്കോബെ, സ്തെഫാനോസിനെ കുഴിച്ചിട്ടെന്ന് പുസ്തകം പറയുന്നുണ്ട്. മറ്റുള്ളവരാര് കുഴിച്ചിട്ടു? ആരും കുഴിച്ചിട്ടില്ല. മരിച്ചു കിടക്കുമ്പോൾ ചീഞ്ഞ് നാറിയത് അതിലൂടെ കൊന്ന യഹൂദന്മാർ ആരെങ്കിലും കണ്ടു കാണെങ്കിൽ അവരൊരു മമ്മാട്ടി വിളിച്ച് കാശ് കൊടുത്തിട്ടേ ഈ ശവം നടക്കിയത് കേട്ടോ എന്ന് പറഞ്ഞാണോ എന്നാ ഞാൻ വിശ്വസിക്കുന്നേ. അവിടെ കുഴിച്ചിടാൻ ആളുണ്ടായിരുന്നില്ല പ്രിയമുള്ളവരെ. അവർ പത്യോപദേശം പ്രസംഗിച്ച്
അവർ തലഛേദിക്കപ്പെട്ടവരായി രക്തസാക്ഷ്യം പ്രാപിച്ച് അവർ കർത്താവിൻ്റെ സന്നിധിയിൽ തങ്ക കിരീടങ്ങൾക്ക് വേണ്ടി അവർ വിശുദ്ധന്മാരുടെ സ്ഥലത്ത് അവർ വിശ്രമിക്കുക. റെസ്റ്റ് ഇൻ പീസ്. അവർ സമാധാനത്തിൽ നിദ്ര കൊള്ളുകയാണ്. വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മളിവിടെ കിടന്നുകൊണ്ട് തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി നമ്മൾ അങ്ങോട്ട് പോവുക. അതുകൊണ്ട് ദൈവസഭ അതിൻ്റെ പൂർണ്ണ നിർമ്മലതയിലേക്കും വിശുദ്ധിയിലേക്കും വരണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും വരണം, അല്ലാതെ നടക്കത്തില്ല. അപ്പോൾ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ബാക്കി അങ്ങോട്ട് ഹല്ലേലൂയ 9 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളത് പ്രസംഗിക്കുകയും നിങ്ങൾക്കത് വാട്സപ്പിലൂടെ കിട്ടുകയും ചെയ്യും. ഈ കേട്ട വചനത്തിന് മുമ്പാകെ തലകളെ മടക്കി നമുക്ക് അല്പസമയം ഒരു സ്വോത്രം എല്ലാവരും സ്വോത്രം ചെയ്യാം. സ്വോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ സ്വോത്രം 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 സ്വോത്രം